വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിലെത്തിച്ചില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. എന്താണ് സാർ ഈ VD സതീശൻ ഇപ്പോൾ ഇത്രയും പ്രകോപിതനാകാൻ കാരണം? അപ്പോൾ 2026 കേരളം ആര് ഭരിക്കും എന്നുള്ളതല്ല പ്രധാനം. നമ്മുടെ വെള്ളാപ്പള്ളി SNDP യോഗ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുമോ, അതല്ല VD സതീശൻ വനവാസത്തിന് പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാന പ്രശ്നം, അല്ലേ? അതെ. VD സതീശൻ പറഞ്ഞിട്ടുണ്ട് UDFന് 98 അല്ലെ 97 സീറ്റ് അല്ലെ 100 സീറ്റ് കിട്ടിയാലും വെള്ളാപ്പള്ളി രാജിവെക്കരുത്, വെള്ളാപ്പള്ളി ആജീവനാന്തം തുടരണമെന്ന്. അതൊരാക്കലല്ലേ? ആക്കലാണത്, സതീശനിട്ട് കൊടുത്തതാണ്. ഞാൻ ചോദിച്ചിട്ട്, കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ VD സതീശൻ മാത്രമേ ഈ വെള്ളാപ്പള്ളിക്ക് മറുപടി കൊടുത്തിട്ടുള്ളൂ കേട്ടോ, വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അവരൊക്കെ വെള്ളാപ്പള്ളിയെ അവഗണിക്കുകയാണെന്ന് തോന്നുന്നു. വെള്ളാപ്പള്ളിയെ അവഗണിക്കുകയാണോ തൊഴുത് നിൽക്കുകയാണോ? VD സതീശൻ പറയുന്നുണ്ട് 90 വയസ്സടുത്ത് നിൽക്കുന്നയാളോട് ഞാൻ മോശമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വെള്ളാപ്പള്ളിക്ക് 90 എന്നാണ്. 90 അദ്ദേഹം 85 കഴിഞ്ഞു. 90 അടുക്കുന്നു. അത് കാര്യമില്ല, ആരോഗ്യത്തോടു കൂടി അദ്ദേഹം ഇരിക്കുമെന്ന് തോന്നുന്നു. അതെ, ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എത്ര കാലം വേണമെങ്കിലും ജീവിച്ചിരിക്കുക, അതൊരു കുറ്റമല്ല. എന്തായാലും 98 വയസ്സ് വരെയൊക്കെ നമ്മുടെ VS മുഖ്യധാരയിൽ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ അറിഞ്ഞും തിരിച്ച് പ്രതികരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നിന്നു. ഒരു 3-4 വർഷമാണ് അതിൽ നിന്ന് അങ്ങോട്ട് മാറി. 2019 ശേഷമാണ് അദ്ദേഹം പിൻവാങ്ങിയത്. 96 വയസ്സ് വരെ അദ്ദേഹം സജീവമായിരുന്നു, എല്ലാത്തിനും പ്രതികരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം UDFന് അധികാരത്തിൽ ഈ നിലമ്പൂരിൽ വെച്ചും VD സതീശൻ ഇതുപോലൊരു പ്രതിജ്ഞ എടുത്തായിരുന്നു. നിലമ്പൂരിൽ തോറ്റാൽ ഞാൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കുമെന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ VD സതീശന്റെ പ്രതിജ്ഞ എന്ന് പറയുന്നത് അല്ല, VD സതീശൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിന്റെ വളരെ കൃത്യമായിട്ട് ഓരോ മേഖലയിലും, മലബാറിൽ എങ്ങനെയാണ് UDFും കോൺഗ്രസും ജയിക്കേണ്ടത്, മധ്യ കേരളത്തിൽ എന്തൊക്കെയായിരിക്കണം തന്ത്രങ്ങൾ, തെക്കൻ കേരളം പിടിക്കാൻ എന്തൊക്കെ നീക്കങ്ങൾ നടത്തണം, ഇങ്ങനെ ഈ കേരളത്തെ 3 മേഖലയായിട്ട് തിരിച്ച് വളരെ കൃത്യമായിട്ട് VD സതീശൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസും UDFും എണ്ണയിട്ട യന്ത്രം പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ആ കോൺഫിഡൻസ് ആണ്, ആ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ കൊണ്ട് നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ താൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയും, രാജിവെക്കും എന്ന് പ്രഖ്യാപിക്കാൻ കാരണം. മുമ്പ് അദ്ദേഹം ഒരു 60 സീറ്റിൻ്റെ കാര്യം പറയുകയുണ്ടായി, അല്ലേ? അദ്ദേഹം തന്നെ ഒരു സർവേയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു 60 സീറ്റിൽ ഇങ്ങനെ നോട്ടമിട്ടു. ആ 60 കണക്കിലെടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു പാലോട് രവി ഇപ്പം സമീപ സമയത്ത് പറഞ്ഞത് 60 സീറ്റിലാണ് BJP ഉന്നം വെച്ചിരിക്കുന്നത്. അവിടെ സംഭവിക്കുന്നത് അവിടുത്തെ വോട്ട് മറിയും, BJPക്ക് അനുകൂലമായി NDAക്ക് പോകും. അങ്ങനെ വരുമ്പോൾ തോൽവി സംഭവിക്കാൻ പോകുന്നത് UDFനാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി ഇവർക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമില്ല, അർഹമായ പ്രാതിനിധ്യം SNDPക്ക് കിട്ടുന്നില്ല, UDFിൽ നിന്ന് കിട്ടുന്നില്ല. ഉണ്ടായിരുന്ന KPCC പ്രസിഡന്റിനെ അനാരോഗ്യം എന്നുള്ള പേര് പറഞ്ഞ് പുറത്താക്കി. അതൊരു സംഭവമല്ലേ? ഒരു MLA ഉള്ളൂ, കെ ബാബു ഇനിയിപ്പോൾ എന്തായാലും അടുത്ത തവണ മത്സരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം മികച്ച MLA ആണ്. സ്വരാജിനോട് രണ്ടാമത് സ്വരാജിനെ പരാജയപ്പെടുത്തി ഇരുത്തി. ആദ്യ തവണയിൽ ആ ഒരു തരംഗത്തിലങ്ങ് സ്വരാജ് കയറിപ്പോയത് മാത്രമാണ്. അപ്പോൾ ഇനി എത്ര സീറ്റ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഇപ്പം ലീഗ് എടുത്ത് ഇവർക്ക് കൊടുക്കത്തില്ലല്ലോ, സീറ്റ് കൊടുക്കുമോ? ഇല്ല, ലീഗ് കേരള കോൺഗ്രസും അല്ലല്ലോ കൊടുക്കേണ്ടത്. പക്ഷെ സാർ, ഇത് പറയുമ്പോൾ ഞാൻ മറുവശം പറയട്ടെ. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിന് ഒരു MLA ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും UDF കൺവീനർ അടൂർ പ്രകാശ് SNDPയിൽ നിന്നുള്ള ആളാണ്, അദ്ദേഹം MP ആണ്. അപ്പോൾ അങ്ങനെ UDF കോൺഗ്രസ് അങ്ങനെ SNDP അങ്ങ് പരിപൂർണമായിട്ട് കൈവിട്ടു എന്ന് പറയാൻ കഴിയുമോ? വെള്ളാപ്പള്ളിയുടെ പരാതിക്ക് അത്തരത്തിലൊരു അർത്ഥം നമ്മൾ കൽപ്പിക്കണം. ഈ കോന്നിയിൽ പിന്നെ MLA ആയിട്ട് നിൽക്കുകയായിരുന്നല്ലോ. അതെ, അടൂർ പ്രകാശ്. അപ്പോഴാണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ. നല്ല MLA ആയിരുന്നു, ജനപ്രിയനാണ്, അവിടെ ഒരുപാട് വികസന കാര്യങ്ങളും ഒക്കെ ചെയ്ത ആളാണ്.
ഈ 19 എന്തിനാ ആറ്റിങ്ങലിൽ കൊണ്ടുവന്ന് നിർത്തി? ആറ്റിങ്ങൽ പിടിച്ചെടുക്കാൻ വേറെ വഴിയില്ല. അതുകൊണ്ടാണോ അതോ പിന്നെ ചിലരെയൊക്കെ ഒതുക്കുന്നത് MBA-മാരാക്കി വിട്ടിട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, അതൊക്കെ രാഷ്ട്രീയമല്ലേ, അതൊക്കെ സംഭവിക്കാം. പക്ഷെ എങ്കിലും ആ ആറ്റിങ്ങൽ മണ്ഡലം പിടിച്ചെടുക്കാൻ ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസിൽ അടൂർ പ്രകാശിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. 2024 അടൂർ പ്രകാശിന് അവിടെ നിൽക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ജനം ജയിപ്പിച്ചേ വിട്ടുള്ളൂ. ജനം ജയിപ്പിച്ചു. അത് എങ്ങനെയെങ്കിലും ഒന്ന് പരാജയപ്പെട്ടെങ്കിൽ മതി എന്ന് ചിന്തിക്കുന്നതായിട്ട് പല രാഷ്ട്രീയ നിരീക്ഷകരും. അങ്ങനെ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അവിടെ വികസനവും കാര്യങ്ങളും ഒക്കെ ആ മണ്ഡലത്തിന് ഉപകാരിയാണ്. പിന്നെ എല്ലാറ്റിനും ഉപരിയായിട്ട് അദ്ദേഹം ഒരു മികച്ച രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് എങ്ങനെ തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്ന് നന്നായിട്ട് അറിയാം. പിന്നെ നല്ല മന്ത്രിയുമായിരുന്നു, റവന്യൂ മന്ത്രിയുമായിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം നിയമസഭയിൽ മത്സരിക്കും. അദ്ദേഹം കോന്നിയിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കോന്നിയിലെ MLA ജനീഷ് കുമാറിനെ കുറിച്ച് പരക്കെ പരാതിയും ആക്ഷേപവും ഒക്കെ നിൽക്കില്ല. അവിടെ അടൂർ പ്രകാശാണ് മത്സരിക്കുന്നതെങ്കിൽ ആ സീറ്റ് തിരികെ പിടിക്കാൻ പറ്റും. UDF-ന് കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷെ കോന്നിയിൽ മത്സരിക്കാൻ മറ്റു പലരും ഒക്കെ കോൺഗ്രസിൽ നിന്ന് തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷെ അടൂർ പ്രകാശിന് തന്നെയായിരിക്കും മുൻതൂക്കം. അടൂർ പ്രകാശ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനവും ഉറപ്പായും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ ഈ പാലോട് രവി പറഞ്ഞത് വെച്ച് നോക്കിപ്പോയാൽ പാലോട് രവി ശരിക്കും ഒരു താക്കീത് കൊടുത്തിരിക്കുകയാണ്. അല്ല, പാലോട് രവി ആ പറഞ്ഞതിനകത്ത് അദ്ദേഹം നിരവധി കാര്യങ്ങൾ പറഞ്ഞു. അതിലൊരു പ്രത്യേക ഭാഗം മാത്രമാണ് അടർത്തിയെടുത്ത് പുറത്തുവിട്ടത്. അതിൻ്റെ ഫുൾ സംഭാഷണം മുഴുവനും പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് പാലോട് രവി ഈ വരാൻ പോകുന്ന ചില അപകടങ്ങളെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ, തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം മാത്രം ആദ്യം പുറത്തു വന്നപ്പോൾ അത് ഒരു വലിയ സംശയവും ദുരൂഹതയൊക്കെ ഉണ്ടാക്കി. അതാണ് അതിനകത്ത് സംഭവിച്ചത്. ഇത് കോൺഗ്രസിലെ എല്ലാവരും അടക്കം പറയുന്ന കാര്യമാണ്. അതെ, അത് പാലോട് രവി കുറച്ചുകൂടെ പരസ്യമായിട്ട് അല്ലെങ്കിൽ അത് ഉറച്ച ശബ്ദത്തിൽ പറയാൻ തയ്യാറായി. തെക്കൻ കേരളത്തിലായിരിക്കും നഷ്ടം സംഭവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞു. ശരിയാണ്. തിരുവനന്തപുരമൊക്കെ ബി ജെ പിക്ക് വലിയ മേൽക്കൈ ഉള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് ഒരു സെറ്റ് ബാക്ക് ആണ് പൊതുവെ പറയുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് പിന്നിലേക്ക് സഞ്ചരിച്ചു പോയാൽ 2011-16 കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുന്ന കാലത്ത് അന്ന് ഈ BJP-യുടെ മുന്നേറ്റം, അന്നും BJP-ക്ക് പല ഉപതെരഞ്ഞെടുപ്പുകളിൽ BJP മത്സരിച്ച് കാര്യമായിട്ട് വോട്ട് പിടിച്ചു, നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും ഒക്കെ. പക്ഷെ അവിടെയൊക്കെ ജയിച്ചത് UDF ആണ്. അപ്പോൾ അന്ന് LDF-നാണ് നഷ്ടമുണ്ടാക്കിയത്. പിന്നീട് ചില തന്ത്രങ്ങളൊക്കെ പയറ്റി, ചില അടവ് നയങ്ങളൊക്കെ പയറ്റിയാണ് LDF, CPM 2016 തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ അവർക്ക് സാധിച്ചത്. അങ്ങനെയൊക്കെയാണ്. അന്നും അവർ VS-നെ മുന്നിൽ നിർത്തി. പിണറായി വിജയനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പക്ഷെ VS-നെയും മുന്നിൽ നിർത്തി. VS-ഉം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. VS-നെ കാണിച്ച് വോട്ട് വാങ്ങിച്ച് ജയിച്ച് പിണറായി മുഖ്യമന്ത്രിയായി. ഇതല്ലേ അന്ന് സത്യത്തിൽ സംഭവിച്ചത്. 2026-ലും VS-നെ കാണിച്ചുകൊണ്ടായിരിക്കും വോട്ട് വാങ്ങിക്കാൻ പോകുന്നത്, അറിയാമല്ലോ. ഇപ്പോൾ ജീവിച്ചിരുന്ന VS-നേക്കാൾ അപകടകാരിയാണ് മരിച്ച VS. കാരണം അത് പാർട്ടിക്ക് താമസിയാതെ മനസ്സിലാകുമെന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. അല്ല, ഈ VS-നെ കാണിച്ചുകൊണ്ടായിരിക്കും. കാരണം അദ്ദേഹം വെട്ടിത്തെളിച്ച പാതയിലൂടെ ഞങ്ങൾ വീണ്ടും പോകുന്നു, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായി എന്നൊക്കെ പറഞ്ഞു പിണറായിയെ വെച്ചുകൊണ്ട് ഫ്ലെക്സിൽ അടിച്ചുകൊണ്ട് ഇവർക്ക് പോകാൻ പറ്റുമോ? പിന്നെ ഈ BJP ഇവിടെ വോട്ട് പിടിക്കുന്നതനുസരിച്ച് നഷ്ടം സംഭവിക്കാൻ പോകുന്നത് UDF-ന് തന്നെ. അതാണ് സാർ. BDJS നേരത്തെ രൂപം കൊണ്ടിട്ടുള്ള സമയത്ത് BDJS മത്സരിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ UDF-ന് പരാജയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നാട്ടിക, കോട്ടയം, അങ്ങനെയുള്ള വർക്കല ഇവിടങ്ങളിലൊക്കെ. അപ്പോൾ ആ കണക്ക് കൂട്ടലിലായിരിക്കാം ഒരു പക്ഷേ വെള്ളാപ്പള്ളി ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നതും പാലോടും പറഞ്ഞിരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. കാരണം 60 ഇടങ്ങളിലാണ് BJP ഉന്നം വെച്ചിരിക്കുന്നത്. 60 ഇടങ്ങളിൽ ജയിക്കുമെന്നല്ല, ജയസാധ്യത അവർ ഉറപ്പ് വരുത്തിയെടുക്കുന്നത് ഒരു 20 മണ്ഡലത്തിലെങ്കിലുമാണ്. കാരണം അമിത്ഷാ വന്നിട്ട് പറഞ്ഞിട്ട് പോയ കാര്യമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അന്തരീക്ഷത്തിൽ. അല്ല സാർ, അമിത്ഷാ പറഞ്ഞത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. 20% വോട്ടിലേക്ക് എത്തി നിൽക്കുന്ന BJP-ക്ക് അതൊരു 5% കൂടെ വർദ്ധിപ്പിക്കാൻ ഉള്ള കഴിയും. അതിനുള്ള സംവിധാനം BJP-ക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഭരണത്തിൻ്റെ തൊട്ടടുത്തെത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, സാധാരണ ഇവിടെ ഒരാളാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിനെ തമാശയ്ക്ക് കാണും.
പണ്ട് സുരേന്ദ്രൻ പറഞ്ഞില്ലേ 35 സീറ്റ് കിട്ടി ഞങ്ങൾ ഭരിക്കുമെന്നൊക്കെ. അതൊക്കെ ഇപ്പോഴും തമാശയായിട്ടാണ് പലരും എടുത്തു നിർത്തിയിരിക്കുന്നത്. പക്ഷേ അമിത്ഷാ അങ്ങനെ തമാശ പറയുന്ന ഒരാളല്ല, കാര്യഗൗരവത്തോടുകൂടി പറയുന്നതാണ്. അതിന് ആ വാക്കുകളിൽ അർത്ഥവ്യാപ്തി ഉണ്ടെന്നും കൂടി മറ്റ് മുന്നണികൾ മനസ്സിലാക്കുന്നുണ്ട്. അമിത്ഷാ ചില്ലറക്കാരനല്ലെന്ന് എല്ലാവർക്കും അറിയാം. അതെ, അതുകൊണ്ടൊക്കെ തന്നെയാണ് പാലോടിനെ പോലുള്ളവരൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ വി ഡി സതീശൻ്റെ കാര്യത്തിലേക്ക് മടങ്ങി വന്നാൽ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്, UDF-നെ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. എന്തായിരിക്കും ഈ രാഷ്ട്രീയ വനവാസം എന്നുള്ളത് പലർക്കും ഇപ്പോൾ ഒരു സംശയമാണ് കേട്ടോ. എന്താ, കോൺഗ്രസിൽ നിന്ന് വനവാസം എടുക്കുകയാണോ അതോ മൊത്തം രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങുകയാണോ? അതേതായാലും ഉണ്ടാകത്തില്ല. കാരണം ഇനിയും വി ഡി സതീശന് ഭാവിയുള്ള ആളാണ്. അല്ല, അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നതും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ കേരളം മുഴുവനും ആവർത്തിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കും. അപ്പോൾ വി ഡി സതീശൻ്റെ വാക്ക് വെറുതെ അല്ല എന്നുള്ളതാണ്. അതെ.